നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ? ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാണ്ഡവപക്ഷം തന്നെ, കൃഷ്ണകുമാർ തന്നെ പേര് തെളിക്കും. ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻതാടികളല്ല, ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിന്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. SDP-യെയും PFI-യെയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് VD സതീശന്റെ വ്യാമോഹം മാത്രം. നോക്കിക്കോ, VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എൻ്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. ഈ 23-ാം തീയതി കഴിയുമ്പോൾ VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. ഞങ്ങൾ മാന്യത വിട്ടിട്ടുള്ള ഒരു പ്രതികരണം നടത്താനില്ല. കാരണം മാന്യമായ കാര്യങ്ങളല്ലേ പുറത്ത് പറയാൻ പറ്റുള്ളൂ. UDF ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് അധ്യയന നടപടിയെടുക്കും. കാണാം, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പാലക്കാട് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും പാലക്കാട്ടെ സംഘപരിവാറിന്റെ